ഹായ്, എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. കാര്യം ചോദിച്ചോട്ടെ, ആർക്കാണ് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ഒന്ന് പറഞ്ഞു തരുമോ? നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ 1947 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്ര ദിവസമായിട്ട് ഈ പെൺകുട്ടി അറിഞ്ഞിട്ടില്ലേന്ന്. അല്ലേ? എന്താണെന്നറിയോ, സ്വാതന്ത്ര്യം കിട്ടിയത് 1947 എനിക്കറിയാം, അത് ഇന്ത്യക്കാണെന്നും അറിയാം. പക്ഷെ ആർക്കാണ് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് എനിക്കറിയില്ല. അതാണ് എൻ്റെ സംശയം. കാരണം ഇന്ന് രാവിലെ ഞാനൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ എന്നല്ല, കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഈ ന്യൂസ് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് മൂലം പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. കൊച്ചു കുട്ടികളെ കൊണ്ടൊക്കെയാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതെ, ആ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നേ, എൻ്റെ മകള് ഭയങ്കര ബോൾഡാണ്, എൻ്റെ മകള് അങ്ങനെ ആത്മഹത്യ ഒന്നും ചെയ്യില്ല. അപ്പോൾ ആത്മഹത്യ അല്ലെങ്കിൽ ഇനി വേറെന്തെങ്കിലും ആയിരിക്കുമോ? അതൊക്കെ വലിയ വലിയ കാര്യമല്ലേ അല്ലേ? നമ്മൾ എന്തിനല്ല അതൊക്കെ ചിന്തിക്കുന്നത്. ഇപ്പൊ എൻ്റെ സംശയം ഇത്രേ ഉള്ളൂ. 1947 നമ്മൾക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആ കിട്ടിയ സ്വാതന്ത്ര്യം ആർക്കാണ്? ദൈവമേ, രാവിലെ എണീറ്റിട്ട് ഫോൺ തുറന്നു കഴിഞ്ഞാൽ കാണുന്ന ന്യൂസ് എന്താണെന്നറിയോ? ധർമ്മസ്ഥലയില് 13ാമത്തെ സ്ഥലം വിളിച്ചപ്പോ ഇങ്ങനെ കിട്ടി, 12ാം സ്ഥലം വിളിച്ചപ്പോ ഇങ്ങനെ കിട്ടിയെന്ന്. എത്ര ദിവസമായി ആ ന്യൂസ് അല്ലേ? നമുക്കത് പ്രശ്നമൊന്നുമില്ല, കർണാടകയിലല്ലേ അല്ലേ? അല്ല, കേരളത്തിൽ ഇപ്പൊ ഒരു ന്യൂസ് വന്നിട്ടില്ലേ, സെബാസ്റ്റ്യൻ എത്രയോ പെണ്ണുങ്ങളെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട്. കേരളത്തിൽ ഉണ്ടല്ലേ അങ്ങനെയുള്ള പ്രശ്നങ്ങള്? അല്ല, ഇപ്പൊ നമ്മൾ ഈ പെണ്ണുങ്ങൾക്ക് സുരക്ഷിതമായിട്ട് എവിടെ ഇരിക്കാൻ പറ്റില്ലേ? അല്ല, ഈ ഷോപ്പില്ലേ, ഈ ഷോപ്പിനകത്ത് ഒരു 7 മണി കഴിഞ്ഞെന്ന് വെച്ചാൽ ഞാൻ തനിച്ചിരുന്നതിന് ചേട്ടൻ ടെൻഷനാണ്. അല്ല, എനിക്ക് ടെൻഷനാണ്. കാരണം ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നതിന് വെച്ചാൽ എനിക്ക് പേടിയാണ്. കാരണം എന്താണെന്നറിയോ, 2 ദിവസത്തിന് മുമ്പ് കൽപ്പാത്തി അമ്പലത്തിന്റെ ഫ്രണ്ടില് മുല്ലപ്പൂ വാങ്ങാൻ വന്ന ഒരു കപ്പിൾസാണോ ലവറാണോ എന്നൊന്നും അറിയില്ല, ആ പെൺകുട്ടിനെ കൊണ്ട് എന്തോ കമന്റ് അടിച്ചു ആ മുല്ലപ്പൂ എന്നാണ്. അതിന്റെ പേരില് എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. ആ ചെക്കനെ എന്താ പറഞ്ഞത് നമുക്ക് പിന്നെ വന്നാൽ എന്താ പറഞ്ഞെന്നറിയില്ല. ഇതിന്റെ പേരിലൊക്കെ ആരെങ്ങനെ കുത്തുവോ? മുല്ലപ്പൂ കട്ട് ചെയ്യുന്ന കത്രിക എടുത്തിട്ട് ആ മുല്ലപ്പൂക്കാരനെ കത്രിക കൊണ്ട് കുത്തി. അത് തടുക്കാൻ വന്ന് 2 പേരെ ചേർത്ത് കുത്തി. 3 പേര് ഹോസ്പിറ്റലിലാണ്. ഒറ്റയ്ക്ക് വീട്ടിലിരിക്കാനും പേടി, ഒറ്റയ്ക്ക് പുറത്ത് പോവാനും പേടി. അച്ഛനും അമ്മയും പണിക്ക് പുറത്ത് പോകുമ്പോ മുത്തശ്ശൻ അങ്ങനെ അവരുടെ കയ്യിലൊക്കെ ഏൽപ്പിച്ചിട്ട് പോകുമല്ലേ. പിന്നെ പണ്ട് ഉത്സവ പറമ്പിൽ ഇങ്ങനെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ തോളത്ത് ഇങ്ങനെ കയറ്റി ഇരുത്തിയിട്ട് മുത്തശ്ശന്മാര് ഇങ്ങനെ ആനനെയൊക്കെ കാണിച്ചിരുന്നത്. നമ്മളുടെയൊക്കെ കാലത്ത് ഞങ്ങളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഒരുപാട് ആന കണ്ടിട്ടുണ്ട്, അങ്ങനെ അനുഭവമൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇന്നില്ലേ, 1/2 മണിക്കൂറിൽ കൂടുതൽ മുത്തശ്ശന്റെ മടിയിൽ ഇരുത്താൻ അമ്മമാർക്ക് കുട്ടികളെ വിടാനൊരു സമാധാനം ഇല്ലാതായില്ലേ. അതുപോലെ ചെറിയച്ഛന്മാരുടെ കൊടുത്തോ മാമന്മാരുടെ കൊടുത്തൊക്കെ പണ്ട് നമ്മളൊക്കെ കുളത്തിൽ കുളിക്കാൻ പോകും. അവരെ കുളിപ്പിച്ചു തരുന്നതേ അവരായിരിക്കും. പക്ഷെ ഇന്നോ 1/2 മണിക്കൂർ അവര് ഏതെങ്കിലും കടയിലേക്കോ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ കൂടി 100 പ്രാവശ്യം ആലോചിക്കും കിട്ടണോ വേണ്ടേ എന്നുള്ളത്. കാരണം അങ്ങനെ ആ ഒരു പണ്ടത്തെ ഈ ചെറിയച്ഛന്മാരോടുള്ള സ്നേഹം, മാമന്മാരോടുള്ള സ്നേഹം, ആ ബോണ്ടിങ് ഒന്നും ഇല്ല. ഇപ്പൊ എല്ലാ അമ്മമാർക്കും പേടിയാണ് ആരുടെ കൂടെ വിടണം എന്നുള്ളത്. അപ്പൊ കുട്ടികൾക്കിടക്കും ഇല്ല സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അപ്പൊ ആർക്കാണ് ശരിക്കും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്? ഈ പെണ്ണുങ്ങളുണ്ടല്ലോ, എല്ലാ കാലത്തും അടിമകളാണ്. അതായത് ഇന്നത്തെ അമ്മായിമ്മമാര് പണ്ട് മരുമക്കളായിരുന്നല്ലോ, ആ അമ്മായിമ്മമാരാണ് ഇപ്പൊ വരുന്ന മരുമക്കളിനെ ഇങ്ങനെ പോരടിച്ചിട്ടും അങ്ങനെയൊക്കെ നോക്കുന്നത്. പക്ഷെ അവര് അന്നാ ചിന്തിക്കേണ്ടത്, ഞാൻ അനുഭവിച്ചത് എന്റെ മരുമക്കളെ കൊണ്ട് അനുഭവിക്കാൻ പാടില്ല എന്നല്ല. പക്ഷെ അവര് മറിച്ചാ ചിന്തിക്കുന്നത്, ഞങ്ങളെക്കാളും എത്ര കൂടുതൽ അവരെ ഉപദ്രവിക്കാൻ പറ്റും അതാണ് നോക്കുന്നത്. അഥവാ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ഇപ്പൊ നമ്മൾ വീട്ടിൽ പോകാണെന്ന് വെച്ചോ, നമുക്ക് നമ്മുടെ ഭർത്താവിന്റെ വീട്ടിൽ മതിയായി, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, നമുക്ക് മതിയായി, നമ്മൾ വീട്ടിൽ പോകാണെന്ന് വെച്ചോ. നമ്മൾക്ക് ഭർത്താവിന്റെ വീട്ടിൽ ഇത് മതിയായി, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് വെച്ചോ. അപ്പൊ നമ്മളുടെ വീട്ടിലേക്ക് നമ്മൾ ഞാനിങ്ങനെ വരികയാണ്, എനിക്ക് മതിയായി, കൂടെ എനിക്ക് പറ്റുന്നില്ല അമ്മ എന്നുകൊണ്ട് ഞാൻ അമ്മയിൽ പറയുമ്പോ ആ അമ്മ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. 4 ആളും 4 വിധമായിട്ട് പറയും. ആ 4 പേരാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതവേ നന്നാക്കുന്നതും നശിപ്പിക്കുന്നതും എല്ലാം ഈ 4 ആൾക്കാരാണ്. ആ 4 ആൾക്കാരെ നിങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിയ ചെറിയ ഒരു
കുട്ടി ജനിച്ച് വളർന്ന് വലുതാകുന്ന എല്ലാത്തിലും ഈ 4 ആൾക്കാരുണ്ടാവും. അതായത് ഇപ്പൊ ഒരു കുട്ടി ജനിക്കാന്ന് വെച്ചോ, ആദ്യമേ തന്നെ അവര് പറയും പെൺകുട്ടിയാണല്ലേ, ഇപ്പോഴേ തുഴഞ്ഞോ, എന്നാലേ എവിടെയെങ്കിലും ഒരു കരയ്ക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ പാതി ആ അമ്മയുടെ അച്ഛൻ്റെ മനസ്സ് അയ്യോ അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു വിധം വളർന്നു കഴിഞ്ഞ് ചാടി തുള്ളി ഓടി കളിക്കുന്ന സമയത്ത് പറയും അയ്യോ പെണ്ണാണ്. ആദ്യം അത് ആലോചിക്കുക, എന്തിനു കിടന്ന് ചാടി തുള്ളി കളിക്കുന്നത്, അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ, അഹങ്കാരമാണ് പറയും. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നല്ല ബോൾഡായി നല്ല തൻ്റെ അടുത്തോടെ നടന്ന് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല മോഡൽ ഡ്രസ്സ് ഇട്ട് നല്ല തൻ്റെ അടുത്തോടെ നടക്കും. ഒരു നല്ല രീതിയിൽ ഇപ്പൊ ആരെങ്കിലും പ്രേമിച്ച കല്യാണം വെച്ചത് വെക്കി അത് വീട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുതല, ഇതുപോലെ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല, അഹങ്കാരി കറുതല എന്ന് പറഞ്ഞു. ലാസ്റ്റ് എങ്ങാനും അത്രയും ഇത് കഴിഞ്ഞ് നല്ല ബോൾഡായൊരു പെൺകുട്ടിയാണ്. ശരി, സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചു. വീട്ടുകാർ കല്യാണം കഴിച്ചു കഴിഞ്ഞു വെച്ചാൽ ഭർത്താവിന്റെ വീട്ടിൽ പോകുമ്പോ ആ പെൺകുട്ടിക്ക് അവിടെ പ്രശ്നമാണെന്ന് വീട്ടിലേക്ക് വിളിക്കുമ്പോ ഇതേ ഈ 4 പേര് വീണ്ടും വരും. അമ്മ അപ്പൊ പറയുന്ന ഡയലോഗാണ്, നീ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമാണോ വീട്ടിൽ നിന്ന് ഇവിടെ വന്നിരുന്നു വെച്ചാൽ 4 ആൾക്കാർ 4 വിധമായിട്ട് പറയില്ലേ, നാട്ടുകാരെന്ത് പറയും? ഈ നാട്ടുകാരനെ നോക്കിയിട്ട് അത് നല്ല. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് അറിയാം, അതുവരെയും ബോൾഡായിട്ട് നടന്ന ആ പെൺകുട്ടി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് എന്താണ് സംഭവിക്കണമെന്ന് അറിയില്ല. അവർക്ക് നമ്മളുടെ അവസ്ഥ നമ്മൾക്ക് തന്നെ ഇപ്പൊ ഊഹിക്കാനുള്ളതല്ലേ ഉള്ളൂ. അവരെന്താണോ പറയുന്നത്, ഭർത്താവിന്റെ വീട്ടില് എന്താണോ പറയുന്നത് അത് കേട്ടിട്ട് അവർ ഇരിക്കാനേ പറ്റുള്ളൂ. അതെന്തുകൊണ്ടാണ് ചില പെൺകുട്ടികൾക്ക് ഒട്ടും ധൈര്യം ഇല്ലാതെ ഈ ആത്മഹത്യക്ക് എന്തിനാ ചെയ്യുന്നതെന്ന് അറിയില്ല. കാരണം ചിലപ്പോ ആ സാഹചര്യം ആയിരിക്കും. നല്ല ബോൾഡാണ് എന്റെ മകൾ നല്ല ബോൾഡാണെന്ന് പറയുന്ന അമ്മമാര് തന്നെയാണ് പറയുന്നത് ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്യുമ്പോ എന്നാ എന്റെ മകള് നല്ല ബോൾഡല്ലേ, എന്റെ മകൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, അങ്ങനെയെങ്കിൽ എന്റെ കൂടെ വന്നിരുന്നിട്ട് ജീവിതകാലം എനിക്ക് എത്ര നാൾ ജീവനുണ്ടോ അത്രയും നാൾ ഞാൻ നോക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അമ്മമാർക്ക് പറയാൻ പറ്റുന്നത്? അതൊക്കെ കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ആത്മഹത്യ ഇങ്ങനെയൊക്കെ വരുന്നത്. വളർന്നു വരുന്ന കുട്ടികളിലെ അവരോട് ഒരു കാര്യം പറയുക, ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമാണ് എന്ന് പറയുന്ന സമയത്ത് കുഴപ്പമില്ല എന്നൊരു വാക്ക് കേട്ടാൽ ചിലപ്പോൾ അവര് ആ ഒരു നിമിഷം താണ്ടി പോയാൽ ചിലപ്പോൾ അവര് ആത്മഹത്യയിൽ നിൽക്കില്ലേ. പക്ഷെ അമ്മമാർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റല്ല, മകളെ ഞാൻ ഇതിനേക്കാളും കഷ്ടപ്പെട്ടാണ് വളർന്നത്, പ്രേമിച്ചെങ്ങാനുമാണ് മകള് കല്യാണം കഴിച്ചത്, നീ ഇഷ്ടപ്പെട്ട് നീ അന്വേഷിച്ച് നീ തേടിയ ജീവിതമാണ്, നീ അനുഭവിക്കുക വേണം, ഞാൻ എന്ത് ചെയ്യാൻ പിന്നെ ഞാൻ എത്ര നാൾ നോക്കാൻ പറ്റും? ആ മകളോട് പറയുമ്പോഴാണ് അവർക്ക് ആ ടെൻഷൻ എന്താ ചെയ്യുന്നത് ആരും എന്നുള്ള തോന്നൽ വന്നാണ് ഇതുപോലെ ചെയ്യുന്നത്. ആ അമ്മയുടെ ഒരു വാക്ക് മതി, ഞാൻ എൻ്റെ കൂടെ. അപ്പോ എനിക്ക് തോന്നിയിട്ടില്ല ഇത്രയും വർഷം സ്വാതന്ത്ര്യം കിട്ടിയിട്ടും പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. അതിന് കുറേ ഉദാഹരണങ്ങളാണ് ഈ ആത്മഹത്യ, പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തത്. ചെറിയ കുട്ടികളെ വലിയ കുട്ടികളെന്നില്ലാതെ ശരിക്കും വെച്ചാൽ പോലും ആകാത്ത 4 വയസ്സ് 3 വയസ്സ് കുട്ടികളെ വരെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ വയസ്സായ നല്ല പ്രായമായ അച്ഛനമ്മമാരും ശരി ഈ മദ്യലഹരിയില് മയക്കുമരുന്നിനൊക്കെ അടിമയായിട്ട് മകൻ അച്ഛനെ കൊന്നു അമ്മനെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ